എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 21 ആരംഭിക്കുന്നു. അതിമനോഹരമായ ആ വൃന്ദാവനത്തിലെ സുഗന്ധപൂരിതമായ ആ അന്തരീക്ഷത്തില് എല്ലാം കൊണ്ടും പുഷ്പങ്ങളെല്ലാം മന്ദഹാസം മധു തൂകണം. ഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളിലെല്ലാം ഫലങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കണം. സുഗന്ധപൂരിതമായ ആ മന്ദമാരുതനിങ്ങനെ തണുത്ത കാറ്റ് ഒഴുകി വരണം. അങ്ങനെയുള്ള അതിമനോഹരമായ ആ വൃന്ദാവന വിപിനത്തില് കളിക്കാനായിട്ട് ഭഗവാൻ ഗോപന്മാരോടും ഗോക്കളോടും കൂടി പ്രവേശിച്ചു ആ ശരത്കാലത്തില്. അങ്ങനെ പശുക്കളെ പുല്ല് തിന്നാൻ വിട്ട് ഭഗവാൻ ആ ജഗന്മോഹനമായ ആ വേണുഗാനങ്ങൾ ആരംഭിച്ചു. അപ്പൊ ഭഗവാന് ഇത്ര നല്ല ഒരു അന്തരീക്ഷമാണ് വേണുഗാനം. അങ്ങനെ വേണു എടുത്ത് ചുണ്ടില് വെച്ച് അങ്ങനെ ഇരുന്നങ്ങോട്ട് ലയിച്ചങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. അപ്പളാ കേട്ടു ഗോപസ്ത്രീകള്. അവരിങ്ങനെ ഭഗവാനെ കാണാതെ, ഭഗവാൻ കാട്ടിലേക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ അവർക്ക് വേറെ ഭഗവാനെ പറ്റി തന്നെയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നിവൃത്തിയില്ലല്ലോ ഭഗവാന്റെ കൂടെ പോവാൻ കാട്ടിലേക്ക്. അങ്ങനെ അവര് ആ ഭഗവൽ വിരഹത്താൽ തപ്തകളായ ആ ഗോപികള് ആ ഗാനാമൃതത്തിൽ അങ്ങനെ ലയിച്ച് അവരുടെ ഭാവനയില് അവരിങ്ങനെ ഭഗവാനെ കാണുകയാണ്. എന്നിട്ട് അന്യോന്യം ഓരോരുത്തരും എന്തൊക്കെയാ കണ്ടതെന്ന് അവരിങ്ങനെ ആ ഗോപസ്ത്രീകൾ തമ്മിൽ തമ്മിൽ പറയുക. അപ്പൊ ശ്രീ സുഖബ്രഹ്മർഷിക്ക് ആ വേണുഗാനത്തിനെ എങ്ങനെ വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല. ഗോപസ്ത്രീകളെ കൊണ്ടാണ് അത് പറയിപ്പിച്ചിരിക്കുന്നത് ഈ അധ്യായം. ഓരോ ഗോപസ്ത്രീകളെ കൊണ്ടും അവര് ഭാവനയിൽ കണ്ടത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് ഈ അധ്യായം. ആ വേണുഗാനത്തെ വർണ്ണിക്കാൻ ഭാവിച്ച ആ ഗോപിക്ക് പ്രേമസ്വരൂപനായ ഭഗവാന്റെ ആ മോഹന രൂപം ഇങ്ങനെ ഉള്ളിൽ പ്രകാശിക്കുകയാണ്. അങ്ങനെ പ്രേമം കൊണ്ട് വിവശയായിട്ട് ശബ്ദം പുറപ്പെടാനില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ചെറിയ ശബ്ദത്തില് തന്റെ സഖികളോട് പറയാണ്. അങ്ങനെ ആ പീലി തിരുമുടി ശിരസിൽ വെച്ച് ആ കൊന്ന പൂവ് അങ്ങനെ കാതിലും തിരികെ വെച്ച് പീതാംബരം പെട്ട് അണിഞ്ഞ് ആ വനമാല കഴുത്തിൽ ധരിച്ച് ഒരു നടൻ എങ്ങനെയാ വേഷം മാറണ അതുപോലെ അധരസുധ കൊണ്ട് വേണുരന്ധ്രങ്ങളെ പൂരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ശ്യാമസുന്ദരന്റെ രൂപം എത്ര മനോഹരമായിരിക്കണം അല്ലേ സഖികളെ. ആ മുരളി ആ ചുണ്ടത്ത് വെച്ച് നിൽക്കുന്ന ആ മുകുന്ദന്റെ ആ മുഖ സൗന്ദര്യത്തെ കാണുന്നത് മാത്രാണ് കണ്ണുകളുടെ സാഫല്യം അല്ലേ. ആ പുഷ്പങ്ങളാലും തളിരുകളാലും മനോഹരമായി അലങ്കരിച്ച ആ വനമാല ചാർത്തി ആ ഗോപന്മാരുടെ നടുക്ക് നിന്നിങ്ങനെ വേണുഗാനം ചെയ്യുമ്പോ ആ ഭഗവാന്റെ മുഖത്തില് ആ കണ്ണന്റെ മുഖത്തില് പ്രകാശിക്കുന്ന പ്രേമപൂർണമായ കടാക്ഷം, ആ കടാക്ഷം ഏൽക്കുന്നത് തന്നെയാണ് നമുക്ക് നമ്മുടെയൊക്കെ ജന്മസാഫല്യം. സഖിമാരെ, ഈ ഓടക്കുഴൽ എന്തൊരു ഭാഗ്യ ചെയ്തിരിക്കണേ അല്ലേ ചോദിക്കുക. നമ്മളെല്ലാവരും മോഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ദാമോദരന്റെ അധരസുധയെ അങ്ങനെ എപ്പോഴും ആസ്വദിക്കണം ആ ഓടക്കുഴല്. ആ ഓടക്കുഴലിനോട് എനിക്ക് അസൂയ. എന്തൊരു ഭാഗ്യ ആ ഓടക്കുഴലിന്. ആ ഗോവിന്ദന്റെ പാദസ്പർശമേൽക്കുന്ന ഈ വൃന്ദാവനം തന്നെയാണ് ഏറ്റവും പുണ്യം ചെയ്തത് അല്ലയോ ഗോപികളെ. ഈ മാൻപേടകളല്ലേ ഏറ്റവും പുണ്യം ചെയ്തത്. ഇതൊക്കെ വിശേഷ ബുദ്ധി ഇല്ലെങ്കിലും ആ നീണ്ട നയനങ്ങളാൽ അവരിഷ്ടം പോലെ നന്ദനന്ദനന്റെ സൗന്ദര്യാമൃതം കോരി കുടിക്കണം. കണ്ടില്ലേ വിമാനത്തിലെ ആകാശചാരിണികളായ ദേവസ്ത്രീകൾ പോലും പ്രേമമൂർച്ഛിതകളായി ഉടുത്ത വസ്ത്രങ്ങളെ അഴിഞ്ഞു പോണത് പോലും അവര് അറിയണില്ല. കണ്ടില്ലേ സഖി ആ വൃക്ഷങ്ങളിൽ ശബ്ദിക്കാതിരിക്കണത്. ആ പക്ഷികളെ കണ്ടോ മിണ്ടാണ്ട് കണ്ണടച്ചിരിക്കണത്. ഈ പക്ഷികളെല്ലാം സമാധിശീലന്മാരായ മുനികളാണെന്ന് തോന്നുക അല്ലേ. ആ മുനികൾ തന്നെയാ. അല്ലെങ്കിൽ ഇങ്ങനെ അവര് മുനികൾ ഇരിക്കണ മാതിരി തപസ് ചെയ്യുന്ന മാതിരി ഇരിക്കുക വേണുഗാനം ആസ്വദിച്ചുകൊണ്ട് അല്ലേ സഖി. എന്തൊരു അത്ഭുതമാണ് ആ വേണുഗാനത്തിലെ ആ പാറക്കല്ലുകളെ ഉരുകി ഒഴുകണു. അത്ഭുതം തന്നെ. കാളിന്തി ഒഴുകാതെ ഇങ്ങനെ നിശ്ചലയായിട്ട് നിൽക്കണു വേണുഗാനം കേട്ടിട്ട്. ആനന്ദവിവശന്മാരായിട്ടുള്ള മുനികള് തലയിൽ കൈകൾ വെച്ചിട്ട് നൃത്തം വയ്ക്കുന്നു. ചരങ്ങളെ അചരങ്ങളും അചരങ്ങളെ ചരങ്ങളുമാക്കി തീർക്കുന്ന ഈ വേണുഗാനത്തെ നമുക്ക് മാത്രം ഇഷ്ടം പോലെ അടുത്ത് നിന്ന് ആസ്വദിക്കാൻ ഭാഗ്യം പോരാതെ വന്നൂലോ പറഞ്ഞിട്ട് അവര് കരയാം. ഇങ്ങനെ ആ വൃന്ദാവന ലോലനായ ഭഗവാന്റെ മഹിമകളെ വർണ്ണിച്ചുകൊണ്ട് ഗോപികള് തന്മയത്വം പ്രാപിച്ചു. അതിമനോഹരമായ ഈ അധ്യായത്തില് പറയണത് അതിസുന്ദരമായ ശ്ലോകങ്ങള്. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം
പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. ഇത്തം ശരത്സ്വച്ഛജലം പദ്മാകരസുഗന്ധിനാ നിവിശത് വായുനാ വാതം ഗോപാലഗോച്യുത. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞുവല്ലോ, ആ കാട്ടില് ശരത്കാല സമയത്ത് എല്ലാ ഭാഗത്തും തെളിഞ്ഞ വെള്ളം മാത്രം. അങ്ങനെ ആ സരസ്സുകളിൽ മുഴുവനും വികസിച്ചു നിൽക്കുന്ന താമരപ്പൂക്കള്. ആ താമരപ്പൂക്കളില് തട്ടി വരുന്ന സൗരഭ്യവും ശൈത്യവും നല്ല തണുപ്പുള്ള കാറ്റ് വനത്തില് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലെ ഗോപന്മാരോടും ഗോക്കളോടും ഒരുമിച്ച് കളിക്കാനായിട്ട് വൃന്ദാവനത്തിലേക്ക് പ്രവേശിച്ചു. കുസുമിത വനരാജി ഭൃംഗ ദ്വിജകുലഘുഷ്ടസര സരിൽ മഹിത്രം മധുപതി അവഗാഹ്യ ചാരയൻ സഹ പശുപാലബല ചൂജവേണു. ആ വനത്തിലുള്ള ആ ചെടികളും വൃക്ഷങ്ങളും എല്ലാം ഇങ്ങനെ പുഷ്പിച്ചു നിൽക്കണു. തടാകങ്ങളില് താമരപ്പൂക്കളിങ്ങനെ വികസിച്ചു നിൽക്കണു. വണ്ടുകളും പക്ഷികളും ഈ പുഷ്പങ്ങളുടെ മധു കുടിച്ചിങ്ങനെ മതിച്ച് മുരണ്ടുകൊണ്ട് ഇരിക്കണു. കാട്ടിലും നദികളിലും തടാകങ്ങളിലും മലകളിലും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഏത് ദിക്കിലും ആ ഘോഷമായ മനോഹര ശബ്ദം കേൾക്കണുണ്ട്. എല്ലായിടത്തും ഇവര് നടക്കുമ്പോ എല്ലാ സ്ഥലത്തും ഉണ്ട്. കാട്ടില് മുഴുവനും മനോഹര ശബ്ദങ്ങൾ മാത്രം. എവിടെ നോക്കിയാലും പുഷ്പങ്ങൾ. എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ മനസ്സിന് കണ്ണിനും ആനന്ദം പകരുന്ന ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലത്തും. അപ്പോ എത്ര നോക്കൂ ഏട്ടാ, നോക്കൂ കുട്ടികളെ, കണ്ടില്ലേ ആ മരത്തിന്റെ പൂക്കൾ കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ കൃഷ്ണൻ അത് ആസ്വദിച്ചുകൊണ്ട് എല്ലാവരോടും ചോദിക്കുമ്പോ ശരിയാട്ടോ കണ്ണാ, ആഹാ എന്നൊക്കെ അവരും പറഞ്ഞു. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ആ വൃന്ദാവനത്തിലെ ബലരാമനോടും ഗോപന്മാരോടും കൂടി അങ്ങനെ പ്രവേശിച്ചു ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെ പശുക്കളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോ ഇത്രയും മനോഹരമായ ഒരു ഇതങ്ങോട്ട് കണ്ടപ്പോ വേണു ഊതാൻ തോന്നി കണ്ണന്. അങ്ങനെ തന്റെ ആ വേണു എടുത്ത് മനോഹരമായിട്ട് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. തത്പ്രജസ്ത്രീയാശ്രുത്യ വേണുഗീതം സ്മരോദയം കാശ്ചിൽ പരോക്ഷം കൃഷ്ണസ്യ സ്വസഖീഭ്യോ അന്വവർണ്ണയൻ. പ്രജസ്ത്രീകള് അവരെ ഓരോരോ പണികളില് കണ്ണനിപ്പൊ എന്ത് ചെയ്യായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇങ്ങോട്ട് കേട്ടു അതിമനോഹരമായ വേണുനാഥം ഇങ്ങനെ ഒഴുകി വരണു കാട്ടുന്ന്. അപ്പോഴേക്കും അവർക്ക് മദനതാപം ഹൃദയത്തില് ഉദിച്ചു എന്നാ പറയണത്. കണ്ണന്റെ വേണുനാഥം കേട്ടപ്പോ എല്ലാവർക്കും മദനതാപം, അവർ കാമാവേശം വന്നു. അങ്ങനെ ഉടനെ ഓരോരുത്തരും അവരവരുടെ സഖികളോട് ശ്രീകൃഷ്ണന്റെ ആ വനവിഹാര കഥയെക്കുറിച്ച് കൃഷ്ണനില്ലാത്ത സമയത്തില് അങ്ങനെ വിസ്തരിച്ചു പറയാണ്. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയണത്. അതിമനോഹരമായിട്ടുള്ള വർണ്ണനയാണ്
അവർക്ക് കാണാൻ പറ്റണില്ല, ഭഗവാന്റെ നാദം മാത്രം കേൾക്കണുള്ളൂ. അപ്പൊ അവര് ഓരോരുത്തരും ഭാവനയില് ഓരോന്ന് കണ്ട് പരസ്പരം പറയണു. ആ ഭഗവാൻ വൃന്ദാവനത്തിൽ ചെയ്യുന്ന ആ വേണുഗാനം വ്രജത്തിൽ കേൾക്കത്തക്ക വിധം അത്ര ഉച്ചത്തിലായിരുന്നു. അവര് കേൾക്കണം, അതുകൊണ്ട് ഉദ്ദേശം. ആ നാദം കേൾക്കുന്നവരുടെ മനസ്സിന്റെ സ്ഥിതി അനുസരിച്ച് ഉള്ള വികാരം എല്ലാവർക്കും അത് ജനിപ്പിച്ചു. അച്ഛനമ്മമാർക്ക് അത് കേട്ടപ്പോ അവരുടെ മനസ്സിൽ കൃഷ്ണനിലുള്ള വാത്സല്യം വർദ്ധിച്ചു. ആഹാ, എത്ര മനോഹരമായിട്ടാ നമ്മുടെ കണ്ണൻ വേണു വായിക്കണതല്ലേ യശോദ നന്ദഗോപരോട്. അത് നന്ദഗോപുരം ശരിവെക്കണം. ഗോപസ്ത്രീകൾക്കോ അവർക്ക് മുമ്പ് തന്നെ കൃഷ്ണനിലുള്ള ആ അനുരാഗം കൊണ്ട് അവർക്ക് മന്മഥതാപം വർദ്ധിച്ചു. അങ്ങനെ അവര് പരസ്പരം ചിലര് ആ വൃന്ദാവനത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ ചെയ്യുന്ന ആ ലീലാവിശേഷം അതിങ്ങനെ ഭാവനയില് കണ്ടിട്ട് അവരുടെ സഖികളോട് അങ്ങനെ വിസ്തരിച്ചു പറയണം. അതാണ് ഈ ശ്ലോകങ്ങളില്, അടുത്ത ശ്ലോകങ്ങളില്. തത്വർണയിതുമാരബ്ധാഃ സ്മരന്ത്യ കൃഷ്ണചേഷ്ടിതം നാശകൻ സ്മരവേഗേന വിക്ഷിപ്തമനസോ നൃപ. ഹേ മഹാരാജാവേ, ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഗോപികള് ശ്രീകൃഷ്ണന്റെ ആ വനക്രീഡ തന്റെ സഖികളോട് വർണ്ണിക്കാൻ ആരംഭിച്ചു. എങ്കിലും അവർക്ക് വളരെ വേഗത്തിൽ അത് വിവരിക്കാൻ കഴിയില്ല. പറയുമ്പോഴേക്കും തന്നെ അവര് തൊണ്ടയിടറാണ്. അവർക്ക് വർണ്ണിക്കാൻ പുറപ്പെട്ടപ്പോ ശ്രീകൃഷ്ണന്റെ ആപാത ചൂടമുള്ള ആ കാന്തി വിശേഷവും അപ്പോഴത്തെ ആ മനോഹര ദൃശ്യം അവരുടെ ഉള്ളിലിങ്ങനെ വന്നിട്ട് ആ ഓടക്കഴികളുടെയും മനോഹര വിലാസഗതിയും പ്രത്യേകം ഓർത്തു തുടങ്ങിയത് കൊണ്ട് ഈ ഗോപികൾക്ക് മദനതാപം ഹൃദയത്തിനാണ് ഉത്ഭവിക്കുകയും അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിന് ഇളക്കം സംഭവിക്കുകയും ചെയ്തു. പറയാൻ പറ്റണില്ല അവർക്ക്. ആ മനോഹരമായിട്ടുള്ള ശ്ലോകം അടുത്തത്. ബർഹാപീഠം നടവരവപു കർണയോ കർണികാരം ബിഭ്രത്വാസ കനകകപിശം വൈജയന്തിം ച മാല രന്ധ്രാൻ വേണോ അധരസുധയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശൽ ഗീതകീർത്തി. മനോഹരമായ വർണ്ണന ഉള്ള ശ്ലോകം. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഗോപസ്ത്രീകളുടെ മനസ്സിനെ ഇളക്കി തീർത്ത ആ ശ്രീകൃഷ്ണ സ്വരൂപം വിവരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ വൃന്ദാരണത്തിൽ സഞ്ചരിച്ചത് അതിമനോഹരമായ ഒരു വേഷത്തോട് കൂടിയിട്ടാ. കണ്ണുള്ള പീലികള് തലമുടിയില് ഇങ്ങനെ കിരീടം പോലെ വെച്ചിട്ടുണ്ട്. സ്റ്റേജില് രംഗത്തിൽ പ്രവേശിക്കുന്ന ഒരു നടൻ തന്റെ ദേഹം അലങ്കരിക്കണ വിധം എങ്ങനെയാ, പല വിധത്തിൽ അലങ്കരിക്കില്ലേ, അതുപോലെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. എങ്ങനെയാണതോ, കാതുകളില് കർണികാര പുഷ്പം തൂക്കിയിട്ടിട്ടുണ്ട്. നല്ല മഞ്ഞ നിറമുള്ള സുന്ദരമായ കൊന്നപ്പൂവ്. അരയില് സ്വർണ്ണ നിറം പോലെ മനോഹരമായിരിക്കുന്ന മഞ്ഞപ്പട്ടെടുത്തിട്ടുണ്ട്. കഴുത്തില് പച്ച നിറമുള്ള പൂക്കൾ കൊണ്ടും ഇലകൾ കൊണ്ടും കെട്ടിയുണ്ടാക്കിയ വൈജയന്തി എന്ന മാല ധരിച്ചിട്ടുണ്ട്. അത് ആ കാൽപാദം വരെ ഇങ്ങനെ വീണ് കിടക്കുന്ന മാല. ഓടക്കുഴലിലുള്ള ദാരങ്ങള് അധരാമൃത രസം കൊണ്ട് നിറച്ചു. അതിൽ നിന്ന് പുറപ്പെടുന്ന നാദങ്ങൾ അമൃതത്തെക്കാൾ ആനന്ദപ്രദമായിരുന്നത് കൊണ്ട് ഭഗവാന്റെ മുഖവായിൽ നിന്ന് പുറപ്പെടുന്ന ആ ഗാനങ്ങൾ ഗോപസ്ത്രീകള് അധരാമൃതമായിട്ട് തന്നെ കരുതി. ഞങ്ങൾക്ക് ആ അധരാമൃതം കിട്ടണില്ലല്ലോ, അത് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ലല്ലോ എന്നവര് ഖേദിച്ചു ഗോപസ്ത്രീകൾ. 4 ഭാഗത്തും സഞ്ചരിക്കുന്ന ഗോപന്മാര് ശ്രീകൃഷ്ണന്റെ അത്ഭുത ലീലകളെ കുറിച്ച് കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ശ്രീകൃഷ്ണൻ തന്റെ പാദന്യാസങ്ങളാൽ കാണുന്നവരുടെ എല്ലാവരുടെയും മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന അടയാളങ്ങളോടുകൂടിയ ആ വൃന്ദാവനത്തിലെ ആ വേണുനാഥം മധുരമായി പൊഴിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. ഇതി വേണുരവം രാജൻ സർവഭൂതമനോഹരം ശ്രുത്വാ വ്രജസ്ത്രിയഃ സർവാ വർണ്ണയന്ത്യോഭിരേമിരേ. ശ്രീ ശിവബ്രഹ്മർഷി പറയണു, ഹേ രാജാവേ, അങ്ങും ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് കേട്ടോ. ആ അമൃതധാരയൊഴുകുന്ന വിധത്തില് സകലഭൂത മനോഹരമായിരിക്കുന്ന വേണുഗാനം കേട്ടവരായ സകല ഗോപസ്ത്രീകളും
ക്രമേണ ഓരോരുത്തരായിട്ട് ശ്രീകൃഷ്ണന്റെ ആ രൂപരാമണീയകത്തെയും രൂപലാവണ്യത്തെയും ഗാനമാധുര്യത്തെയും കുറിച്ചിങ്ങനെ വർണ്ണിച്ചുകൊണ്ട് പദം തോറും മനസ്സിനെ ശ്രീകൃഷ്ണനിൽ തന്നെ ഉറപ്പിച്ച് അതിമനോഹരമായ ഭാവന കൊണ്ട് അന്ധകരണത്തിൽ പ്രതിഫലിച്ച ആ ശ്രീകൃഷ്ണമൂർത്തിയെ എല്ലാവരും പതേ പതേ ആലിംഗനം ചെയ്ത് സന്തോഷിച്ചു. ഓരോരുത്തരും ഇങ്ങനെ അവരുടെ ഉള്ളിൽ കാണുന്ന ഭാവന പരസ്പരം അവര് പറയുകയാണ്. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ മനോഹരമായിട്ട് വർണ്ണിക്കുന്നത്. ഗോപ്യൗചു ക്ഷണ്വതാം ഫലമിദം ന പരം വിദാമ സഖ്യ പശൂൻ അനുവിവേശതയോർ വയസ്യൈ വക്ത്രം വ്രജേ സുതയോരനുവേണുജുഷ്ടം യൈർവാ നിപീതം അനുരക്ത കടാക്ഷമോക്ഷം. ഇത് മുതൽക്കുള്ള 13 ശ്ലോകം ഗോപസ്ത്രീകള് അന്യോന്യം ചെയ്ത ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ചിട്ടുള്ള പരമപ്രേമ ആവേശ വർണ്ണന വിസ്തരിക്കുന്നത്. ഒരു ഗോപസ്ത്രീ പറയണു, ഹേ സഖിമാരെ, കണ്ണുള്ളവർക്ക് സിദ്ധിക്കേണ്ട പരമഫലം ഇത് തന്നെയാണ്. ഇതിന്മീതെ തന്നെ എന്തെങ്കിലും സിദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ആ കണ്ണനുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട കൂട്ടുകാരോട് കൂടി ചേർന്ന് ആ ഗോപകുമാരന്മാരോട് ചേർന്നിട്ട് പശുക്കളെ ഇങ്ങനെ കാട് തോറും സഞ്ചരിപ്പിച്ച് അങ്ങനെ വേണുഗാനം ചെയ്യണു. തങ്ങളെ നോക്കുന്നവരുടെ നേരെ തങ്ങൾക്കുള്ള അനുരാഗ വിശേഷത്തെ സൂചിപ്പിക്കുന്ന ആ കടക്കണ്ണുകൾ കൊണ്ടുള്ള നോട്ടങ്ങള് തോറും പ്രസരിപ്പിച്ചുകൊണ്ടും സഞ്ചരിക്കുന്ന ആ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ആ മുഖാരവിന്ദങ്ങള് ആരുടെ കണ്ണുകൾ കൊണ്ട്, ഏതൊരുത്തരുടെ കണ്ണുകൾ കൊണ്ട് മതി വരുന്നവരെ നോക്കുന്നതിനാൽ ആനന്ദം അവരിൽ അനുഭവപ്പെടുന്നുണ്ടോ, കണ്ണുകൊണ്ട് സിദ്ധിക്കേണ്ടതായ പരമഫലം ഇത് തന്നെയാണ്. അവരുടെ ആ മുഖാരവിന്ദങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, അതിനേക്കാളും മീതെ ഇനി ഒന്നും സിദ്ധിക്കാനില്ല ഈ ലോകത്തിൽ. അല്ലേ അല്ലേ സഖി? ഇതിന്മീതെ ഇനി വേറൊന്നുമില്ല. അതന്നെ എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് ഒരു സഖി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നമുക്ക് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.